സഹായിക്കാത്ത സ്നേഹിതൻ. ബാലുവും രാജുവും ഉറ്റ ചങ്ങാതികളായിരുന്നു. രണ്ടുപേരും 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നു. പള്ളിക്കൂടത്തിലേക്ക് ഒന്നിച്ചാണ് പോയിരുന്നത്. പരസ്പരം സഹായിക്കുകയും ചെയ്യുമായിരുന്നു. പള്ളിക്കൂടത്തിൽ ഉച്ചഭക്ഷണ സമയത്ത് പരസ്പരം പങ്കിട്ട് കഴിക്കുന്ന കൂട്ടത്തിലുമായിരുന്നു അവർ. പരീക്ഷാ സമയത്തായാലും രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പാഠങ്ങൾ പഠിക്കാറുണ്ടായിരുന്നു. അത്രയ്ക്കടുപ്പമുള്ള സൗഹൃദം, ഇണപിരിയാത്ത മിത്രങ്ങൾ. അധ്യാപകരും സഹവിദ്യാർത്ഥികളും ഈ സൗഹൃദം കണ്ട് അതിശയിച്ചിരുന്നു. ഇക്കാലത്തും ഇത്ര സ്നേഹമുള്ള സുഹൃത്തുക്കളെ കാണാൻ കഴിയുന്നല്ലോ എന്ന അത്ഭുതം. ഇങ്ങനെയായിരുന്നു മുൻപ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഒരാളെ കാണുമ്പോൾ തന്നെ മറ്റേയാൾ മുഖം തിരിച്ചു പോവുകയാണല്ലോ. എന്തുപറ്റി? ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ഇതാ ബാലു നടന്നത് എന്താണെന്ന് പറയുന്നു. നമുക്ക് കേൾക്കാം. ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞത് സത്യത്തിൽ കയ്പുള്ള അനുഭവം തന്നെയാണ്. ഞാൻ രാജുവിനെ എത്രയോ സഹായിച്ചിട്ടുണ്ട്, വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. എന്തിന്? ക്ലാസ്സിൽ അവന് കിട്ടേണ്ട ശിക്ഷ ടീച്ചറിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അവനു വേണ്ടി എന്നാലാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം പരീക്ഷയായിരുന്നു. അപ്പോൾ അവന് കോപ്പി അടിക്കാനായി എന്റെ പരീക്ഷ പേപ്പർ ചോദിച്ചു. ഞാൻ അവനോട് കോപ്പി അടിക്കുന്നത് വലിയ തെറ്റാണ്, ഞാൻ തരില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ വല്ലാതെ അസ്വസ്ഥനായി. അടുത്ത ദിവസം കണക്ക് പരീക്ഷയായിരുന്നു. അവൻ എന്റെ പേപ്പർ വാങ്ങിച്ചിട്ട് അതിൽ എന്തൊക്കെയോ കുത്തി വരച്ചു വെച്ചു. അപ്പോഴെനിക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. പിന്നെ ഞാൻ മിണ്ടാറയില്ലായിരുന്നു. എടാ ബാലു, നീയൊക്കെ ഒരു കൂട്ടുകാരന് പരീക്ഷയിൽ കോപ്പി അടിക്കാൻ പേപ്പർ ചോദിച്ചപ്പോ ഇതൊരു ചെറിയ ഉപകാരമല്ലേ? അതുകൊണ്ട് നിനക്കെന്ത് സംഭവിക്കാനാ? ഇതുപോലത്തെ ചെറിയ ഉപകാരമൊന്നും എന്നിൽ നിന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കണ. ഞാൻ ചെയ്യേയില്ല. നിനക്ക് മാത്രമല്ല, ഞാൻ ആർക്കും ഈ ഉപകാരം ചെയ്യില്ല. ഇന്നു മുതൽ ഞാൻ നിന്നോട് സംസാരിക്കുകയില്ല. ഇത്രയും കാലം നീ എന്റെ കൂട്ടുകാരനായിരുന്നതിന് വളരെ നന്ദി. ദുഷ്ടമിത്രത്തോട് ഇടപഴകുന്നതിനേക്കാൾ മിത്രമില്ലാതിരിക്കുന്നതല്ലേ എത്രയോ ഭേദം. അതും കോപ്പി അടിക്കുന്നത് ചെറിയ തിന്മകൾക്ക് വഴികാട്ടിയായി തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് അന്നു മുതൽ ഞാൻ രാജുവായിട്ടുള്ള സൗഹൃദം അവസാനിപ്പിച്ചത്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ഉപകാരം വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാം. പക്ഷേ പരീക്ഷയിൽ കോപ്പി അടിക്കാൻ പാടില്ല. അങ്ങനെയുള്ള സുഹൃത്ത് ബന്ധം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇതാണ് എന്റെ അഭിപ്രായം. ഞാൻ എന്തുകൊണ്ടാണ് രാജുവായിട്ട് കൂട്ടുകൂടാത്തതെന്നുള്ള കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളാ തീരുമാനിക്കേണ്ടത് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന്.